റൈറ്റിലേക്ക് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്തേ. ആപ്ലിക്കേഷൻ ആയിട്ട് കൊടുത്തേ. ഇതെല്ലാം കറക്റ്റ്, ഇതെല്ലാം ഓക്കെ, കറക്റ്റാ. ഞാൻ നോക്കട്ടെ. വാച്ചണ്ണൻ അപ്പുറത്തിരിപ്പുണ്ട്. ഒറ്റ മിനിറ്റ്. വാച്ചണ്ണൻ ആകുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന. വാച്ചണ്ണൻ അറിഞ്ഞൂടെ? ഗോഗു. ഓക്കെ. ഹലോ വാച്ചണ്ണൻ, ഫ്രീ ആണോ അണ്ണാ? എന്ത് കളിക്കുന്ന അണ്ണൻ പോയാ? മന്ദാരം എടാ ഫ്രീ ആണോ? അതെ എടാ പിന്നെ മറ്റേ ഒരാൾക്കാടാ ഈ ഡ്രൈവർ എന്തോ ക്രാഷ് അങ്ങനെ എന്തോ പറഞ്ഞ് കാണിക്കുന്ന റെഡ് ഓപ്പൺ ചെയ്യുമ്പോ എന്താ ഇഷ്യൂ? ഡ്രൈവർ ക്രാഷാ? സ്ക്രീൻഷോട്ട് അയച്ചു തരാം. ഹലോ, അതൊന്നുകൂടെ ഓപ്പൺ ചെയ്തേ. ഓപ്പൺ ചെയ്തു. ഓക്കെ. ഓപ്പൺ ചെയ്യുമ്പോൾ എന്തോ കാണിക്കുന്നത് കാണിക്കട്ടെ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ. ഈ സാധാരണ ഇങ്ങനത്തെ ടെക്പരമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന ഡ്രൈവറുടെ കളികൾ എനിക്ക് അറിഞ്ഞൂടാ. ഇത് ഡ്രൈവർ അല്ലല്ലോ. ഡ്രൈവർ ഉണ്ട് അതില്. ഡ്രൈവർ എഴുതി കാണിച്ച കണ്ടില്ലേ? ഇതിപ്പോ ലോഡാവില്ല. വെയിറ്റ് അത് ക്ലോസ് ചെയ്യല്ലേ. മന്ദാരത്തിന്റെ അടുത്തോടെ ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരട്ടെ. അവൻ അറിയാൻ അത്ര വഴിയില്ല. മന്ദാരം ഞാൻ അയച്ചിട്ടുണ്ടോ നോക്കിയടാ. മന്ദാരം മന്ദു നോക്കടാ കണ്ട. വെയിറ്റ് തിരക്കണോ മന്ദാരം? എൻവിഡിയെ പോയിട്ട് ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യാൻ പറ. അതാണല്ലേ? യെസ്. ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്താൽ മതിയല്ലോ, വേറെ ഒന്നും വേണ്ടല്ലോ. ചെയ്ത് നോക്കാൻ പറ, എന്നിട്ട് ആയിട്ടില്ല പറ. ഓക്കെ. ഹലോ. അവന് സംഭവം വലിയ പിടുത്തം ഇല്ല. ഇനിയിപ്പം ഇനിയിപ്പോ ലാസ്റ്റ് എന്റെ കൈയുണ്ട്. എൻവിഡിയുടെ ഗ്രാഫിക്സ് ഡ്രൈവർ എടുത്തിട്ട് ഡ്രൈവേഴ്സ് ഇത് അപ്ഡേറ്റ് ചെയ്തോ? എല്ലാം അപ്ഡേറ്റഡ് ആണ്. 7ാം തീയതി അപ്ഡേറ്റ് ചെയ്തതാ. എനിക്ക് ഡ്രൈവറിന്റെ ആണെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ലേറ്റസ്റ്റ് ഡ്രൈവർ അത് റീഇൻസ്റ്റാൾ എടുത്തോ. കൊടുക്കാല്ലേ? ഗെയിം റെഡി ഡ്രൈവർ ഉണ്ടോ? അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ. അത് തന്നെ റീഇൻസ്റ്റാൾ എടുത്തോ. ഇത് ചെയ്തതിന്റെ ആയിരിക്കും. ഇതിപ്പോ 2 ഉണ്ട്. എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കേ, ഇതിന് ടൈം ആവും തോന്നുന്നു. ആയിട്ടായിട്ട് ഞാൻ വിളിക്കാം അങ്ങനെ തന്നെ. പെട്ടെന്ന് ആണോ? പറ്റില്ല. നമുക്കറിയാത്ത പരിപാടികളുണ്ടോ? ഓക്കെ. അവൻ ഒരു തേങ്ങയോ അറിയൂല. ഇല്ല അറിയാൻ തോന്നുന്നു. നോക്കാൻ എത്ര വർഷമായി? 7-8 വർഷമായി ഈ ഫീൽഡിൽ. 8 years. ഞാൻ ചാറ്റ് വായിച്ചു. അങ്ങനെ അവരെ തെറ്റിദ്ധാരണ മാറ്റിയതാ. 8 വർഷമായി. പിന്നെ അല്ല. പിന്നല്ല. എന്താ ബ്രോ ഇങ്ങനൊക്കെ പറയുന്നേ? അതാ. എന്നെ ആരോ കൊണ്ടുപോയിട്ടോ. Yeah, we are okay. What? We didn't do anything. നോക്കട്ടെ. We are not doing anything, sir. Nothing. അത് അവൾ കയ്യിൽ ഇട്ടതാണ്. Nothing, sir. Nothing. പറഞ്ഞത് കമന്റ് ഇല്ലാതെ ചുമ്മാ വായിച്ചാൽ കമന്റ് പോയി നോക്കിക്കേ.
ഇപ്പോഴും കുഴപ്പമില്ല പറഞ്ഞത്, കുഴപ്പമില്ല. എപ്പോഴും പറയും ഇവനൊന്നും അറിയില്ല എന്ന്. അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. അങ്ങനെ പറയൂ. Yes, yes. Is that Khayani? ഇവൾ മലയാളിയായിരുന്നോ? മലയാളിയായിരുന്നു. Prank. Is that Khayani? ന- 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 Khayani? Is that Khayani? ഞാൻ മലയാളിയാ ഗൈസ്, പക്ഷെ ധനലക്ഷ്മി മലയാളിയല്ല. ഓ, ഇത് കേട്ട് കേട്ട് മടുത്ത്. ധനലക്ഷ്മി മലയാളിയല്ല, ഞാൻ മലയാളി വെച്ച് ധനലക്ഷ്മി മലയാളിയല്ല. പക്ഷെ കൂടുതൽ മലയാളമാണോ അറിയാവുന്നത് അതോ മറ്റേതാണോ അറിയുന്നത്? മലയാളമാ. മലയാളമാണോ അറിയാം. ജനിച്ചതും വളർന്നതൊക്കെ കേരളത്തിലാ. അപ്പൊ ചെറുതായിട്ടേ അറിയത്തുള്ളൂ ഈ തമിഴ്. തമിഴ് നല്ലോണം അറിയാം, എനിക്കെല്ലാം സൂപ്പർ ആയിട്ട് അറിയാം. ആ കന്നഡ എന്തോ അറിയുന്ന പറയുന്നിട്ട് കന്നഡ ಗೊತ್ತಿಲ್ಲ. ഇപ്പൊ പറഞ്ഞതാ അതാ ಗೊತ್ತಿಲ್ಲ, അത് മാത്രമേ അറിയാലോ. ഓ അങ്ങനെ. അറിയില്ല. പിന്നെ വേറെ ഏതൊക്കെ ഭാഷ അറിയാം? ഇംഗ്ലീഷ് അറിയാം, തൊടി തൊടി അത് ഫ്രഷ് ലാംഗ്വേജ് ആയിപ്പോട്ടെ, ആർക്കും അറിഞ്ഞൂടാ. കേരളത്തിൽ നല്ല ശരിയാത്തിന് കൊറിയൻ അറിയോ? അറിയത്തുള്ളൂ. കൊറിയൻ അറിയോ? കൊറിയൻ അറിയോ? കൊറിയൻ ജാപ്പനീസ് അറിയാം. ഇല്ല, കൊറിയൻ അറിയോ? കൊറിയൻ ജാപ്പനീസ് ആണ് പറയാം. അത് കൊറിയൻ ഡ്രാമ കണ്ടിട്ട് പറയുന്നല്ലേ 2-3 വാക്കുകള്. അത് ഈ കൊറിയൻ ഡ്രാമ കണ്ടിട്ട് പറയുന്നതല്ലേ. യെസ് യെസ് യെസ്. നമുക്ക് ജാപ്പനീസ് അറിയാം. ഒരേവാ എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാമോ? പ്രേമയോ? ഒരേവാ. ഒരേവാ. ഞാൻ അല്ലല്ല ഞാൻ അത് കൊനിച്ചിവാവാ. അരികത്തോ? ജാപ്പനീസ് ആണ്. പിന്നെ എന്താണ് പിന്നെ പറയുകയാണെങ്കിൽ എന്താ വേറെ സാധനമുണ്ട് ഡൈജോബു. ഡോണ്ട് വെറി, നമുക്ക് എല്ലാം അറിയാം. എന്റെ PC കത്തി വല്ലതും അറിഞ്ഞായിരുന്നോ? ആ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. വെയിറ്റ് അതിന്റെ എന്തിപ്പോ പ്രശ്നം എന്താ? ക്യാമറ വർക്കാവുന്നില്ലേ? ക്യാമറല്ലോ എല്ലാം ഓഫായി. എന്തെല്ലാം എന്താ ബ്ലാക്ക് സ്ക്രീനോ? എനിക്ക് ഒച്ച മാത്രം കേക്കാം. ഫുൾ ബ്ലാക്ക് സ്ക്രീൻ ആയി. എനിക്ക് മറ്റേ അതായത് ഞാൻ എക്സ്പാൻഡർ ഇട്ടേക്കുവാ, ലൈവില് കാണുന്ന സ്ക്രീനൊക്കെ ബ്ലാക്ക് ആയി. അതിപ്പോ വരും ഇൻസ്റ്റാൾ അവിടെ കറക്റ്റ് തന്നെ. അപ്പൊ പിന്നെ ഇൻസ്റ്റാൾ ആക്കണോ? അത് അല്ല ഇൻസ്റ്റാൾ ചെയ്യരുത്. ആ ഇനി ഇതാക്കിയേ. ഇനി 5 ജസ്റ്റ് റെഡ്മ കയറി നോക്കിയേ. അയ്യ ഇൻസ്റ്റാൾ ആയിട്ടില്ല കണ്ണാ. അയ്യോ ഇൻസ്റ്റാൾ ചെയ്യണ്ട, റെഡ്മ കയറ്. ആ ക്ലോസ് അടി കയറി. ഇനി റെഡ്മ കയറി. ഇപ്പൊ ഗ്രാഫിക്സ് ഇല്ലല്ലോ. ഗ്രാഫിക്സ് എന്തിനാ? അത് അപ്ഡേഷൻ ആണ്. ധനലക്ഷ്മിക്ക് ഇതിനെ കുറിച്ചല്ലേ പിടുത്തമില്ലല്ലേ. ആരോ PC തന്നു, അതിങ്ങനെ സ്വിച്ച് ഓൺ ആക്കുക, ലൈവ് ഇടുക. അതാ പറഞ്ഞ ധനലക്ഷ്മി വാങ്ങിച്ചാണേലും അതിന്റെ അകത്ത് സ്വിച്ച് കേൾക്കാൻ പറഞ്ഞു, സ്വിച്ച് കേക്കി എന്നിട്ട് ലൈവ് ഇടുന്നു. അലീനയുടെ എലിയുടെ സെയിം ബുദ്ധി, അങ്ങനെ പറഞ്ഞാൽ മതി. ലൈവ് ഒന്നും പോയിട്ടില്ല. എവിടെ പോരാ, ഇവിടെ തന്നെ വരും. വന്നല്ലോ. അക്സെപ്റ്റ്. യെസ്. ആ ഇനി ആ സെറ്റിംഗ്സ് പോ റൈറ്റ് സൈഡ് സെറ്റിംഗ്സ് പോ. ആ ഇന്റർഫേസ് അത് പുതിയ അപ്ഡേറ്റിൽ അപ്പോൾ വർക്ക് ആവാത്ത. അതിലെ ലോക്കൽ ഇനേബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് ഓഫ് ചെയ്തിട്ടാണ് ആയിരുന്നാണ്. ആ ഓക്കെ. ഗെയിം ഇനി ഓൾട്ട് പ്ലസ് എൻ്റർ അടിച്ചേ. ഓൾട്ട് പ്ലസ് ഒന്നുകൂടെ എൻ്റർ അടിച്ചേ. ഇതെന്താ ഫുൾ സ്ക്രീൻ ആവാത്ത? അല്ല RDR കയറുമ്പോ റെഡി ആയി കൊടുക്കും. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഇനിയിപ്പം ലെഫ്റ്റ് സെർച്ച് പോ. അങ്ങനല്ല, അതൊന്നും പ്രശ്നമില്ല. ഇന്ത്യ ക്ലിക്ക് ചെയ്താൽ മതി. അവിടെ ക്ലിക്ക് ആവുന്നില്ലല്ലോ. അയ്യോ
സെറ്റിങ്സ് ക്ലോസ് ആക്ക്. ആ ഓക്കെ അതിനകത്ത് ബ്രൗസ് ഇപ്പൊ ബ്രൗസ് ചെറുത് അതൊക്കെ റെഡിയാക്കാം. സമയം തയ്ച്ചിരി എനിക്ക് രണ്ട് അളിയാ SRK അളിയാ വെളുക്കോടാ. ഇതെന്ത് രണ്ട് മൗസ് ഒക്കെ വരുന്നേ? അതൊക്കെ അങ്ങനെയാണ്. അത് ഇതിന്റെ ഒരു പേടിക്കണ്ട. ഈ 2 മൗസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് PC-യുടെ മൗസും ഒന്ന് ധനലക്ഷ്മിയുടെ കയ്യിരിക്കുന്ന മൗസും. ആ ക്യാൻസൽ ക്യാൻസൽ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, രണ്ട് മൗസ് ഉള്ളോണ്ടേ. ഞാൻ പറഞ്ഞിട്ട് ധനലക്ഷ്മി ഇൻസൈഡ് വേറൊരു മൗസാണ് വന്നേക്കുന്നത്. വിൻഡോസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിൻഡോസ് ബട്ടൺ റൈറ്റ് ക്ലിക്ക് ഏറ്റവും താഴെ പോയിട്ട് ടാസ്ക് മാനേജർ എടുക്കുക. ടാസ്ക് മാനേജർ ഓക്കെ. അതിൽ റെഡ് എം റൈറ്റ് ക്ലിക്ക് എൻ്റെ ടാസ്ക്. ഇനി ഒന്നുകൂടെ റെഡ് എം എടുക്കും. അടിച്ച് കളിയാ. ഓ എന്തോ അല്ല yes dad I will sure. അതിന്റെ കൂടെ ചെറിയ സ്ക്രീൻ. അതൊക്കെ റെഡിയാക്കാം. ബ്രൗസർ സർവേഴ്സ് ഒന്ന് കണ്ടോ? ബ്രൗസർ സർവർ ലെഫ്റ്റ് സൈഡ് ടോപ്പ് അതിനാ ചോപ്പാ. അവിടെ സെർച്ച് ചെയ് സിങ്കൗണ്ടി. ഇതല്ലേ അതന്നെ കൗണ്ടി. അത് ക്ലിക്ക് ചെയ്യ്. അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യില്ലേ? ആ സിങ്കൗണ്ടി ക്ലിക്ക് ചെയ്യ്. ഇതൊക്കെ സെർവർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നവരെ അപ്ഗ്രേഡ് ക്ലിക്ക് ചെയ്യുന്നേ. കണക്ട് ആ ഇത്രയുള്ള സംഭവം. റീസ്റ്റാർട്ട്. ഞാൻ കാര്യം പറയട്ടെ, എന്റെ സ്ട്രീം കട്ടായി, ഫേസ് ക്യാം ഓഫായി, എന്റെ PC എക്സ്പാൻഡ് ചെയ്ത PC ഫുള്ള് ബ്ലാക്ക് സ്ക്രീൻ ഓഫായി. ഇനി അതെങ്ങനെയാണ് ഓണാക്കും? അയ്യോ സ്ട്രീം കട്ടായോ? എല്ലാം പോയി. പറയട്ടെ ആ ഒരു ഡ്രൈവർ അപ്ഡേറ്റിൽ എല്ലാം പോയി. ആ ഡ്രൈവർ അപ്ഡേറ്റ് എനിക്കൊന്ന് വിൻഡോസ് 11 ബഗ് എന്തോ വരുന്നു. അതാ സംഭവം. ഇപ്പൊ ലൈവ് റീസ്റ്റാർട്ട് ആയോ? ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആയോ? എന്തായി? ലൈവ് റീസ്റ്റാർട്ട് അല്ല, ഫേസ് ക്യാം വരുന്നില്ല. ഇനി അതിന് PC ഓൺ ആവണ്ടേ? അത് മനസ്സിലായി. എനിക്ക് ഇഷ്യൂ മനസ്സിലായി. അത് ഞാനില്ലേ റെഡിയാക്കാൻ. ഇത് അവരുടെ ഡിസ്കോഡിൽ കയറിയാ? അവരുടെ ഡിസ്കോഡ് എടുത്തേ. അത് ക്ലിക്ക് അതില് ക്ലിക്ക് ചെയ്തായിരുന്നോ? റിയാക്ട് ചെയ്തായിരുന്നോ? അപ്പൊ കിട്ടിയല്ലോ. ഇനിയൊരു വഴിയുള്ളൂ ധനലക്ഷ്മി. PC ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നോക്കട്ടെ. ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണേ സിമ്പിൾ വഴി പറഞ്ഞുതരാം. എന്താ? Alt F4 ready. Alt F4. ആ എന്റെ കീബോർഡ് പോയി. ഇതൊക്കെ എന്തൊക്കെയാ? എൻ്റർ. ഓക്കേ ടാറ്റാ. അയ്യോ എന്താ? ഇതെല്ലാം ഇപ്പൊ വരും ധനലക്ഷ്മി, നിങ്ങള് പേടിക്കാതെ. പാടാത്ത കവിത ഇതെന്താ? എന്തൊക്കെയാണ് ഇത്? ഇപ്പൊ എന്റെ ഇതിപ്പോ 5 വാക്കായി കേട്ടാ. ചേട്ടാ എന്തൊരു കഷ്ടമൊക്കെയാണെന്ന് പറ.
ഇപ്പൊ റെഡി. കണ്ണാമ്പി കളിയാണോ വരുന്നതിന് കഴിഞ്ഞു. എടാ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ കാണാൻ പോകും. 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കാണാൻ പോവും. 11 11:30 ആകുമ്പോഴത്തേക്ക്. എത്ര മണിക്ക് 12:30 കളി? പ്രോപ്പർ 12:30 തുടങ്ങുമോ അതോ പെയ്യെ തുടങ്ങത്തുള്ളൂ? എങ്ങനെയാണ്? ധന പോയി ധന വരും. PC ആണോ എന്നില്ലെന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാ. തീർന്നു കേട്ടാ എന്നെ കൊന്ന് ഒരാളുടെ PC കത്തിച്ചു കേട്ടാ. പാവോടാ, പാവം. ധനു വന്നായിരുന്നോ? ഹലോ. അടിച്ചു പോയി. ഇതിനൊന്നും ഉത്തരവാദിത്വം ഓണാവുന്നില്ലെന്നോ? ഞാൻ വയറൊക്കെ ഊരി കുത്തി, ഓണാവുന്നില്ല. ഇനിയിപ്പൊ PC മാറാനുള്ളൊരു അല്ല സാറങ്ങനെ PC മാറുന്നൊരു സൂചനയിലാണ് അങ്ങനെ കാണിക്കുന്നേ. എന്താ കാണിക്കുന്നത്? എനിക്ക് ഫോട്ടോ വെച്ചൊരു ഇൻസ്റ്റയില്. ചേച്ചിയുടെ വിവരമൊന്നുമില്ല. ചേച്ചിയെ വിളിക്കാൻ നോക്ക്, ബ്ലാക്കാ. നോക്കട്ടെ. ഞാൻ ഇതില് ലൈവ് ഇടുന്നേ, അത് ഓഫായി. അത് ഈ മോണിറ്ററിന്റെ താഴെ ഒരു സ്വിച്ച് ഉണ്ട്, ഓണും ഓഫും ബട്ടൺ. അത് എന്റെ വല്ലതാണോ നോക്കിയായിരുന്നു? എന്റെ മോണിറ്ററിന് സ്വിച്ച് ഇല്ല. കണ്ണന അപ്ഡേറ്റ് പറഞ്ഞപ്പോ കത്തിപ്പോയതാ. ഇതിപ്പം ഒരു മോണിറ്റർ സ്ക്രീൻ കാണുന്നില്ല, പിന്നെ എങ്ങനെ ഈ ഡിസ്കോഡി വന്നു? പാർമോൾ എന്ത് പറ്റി പാർമോൾ? അന്നേ എന്റെ സ്ക്രീൻ പോയി. ധനുനെ അത് സ്ക്രീൻ ഒന്ന് ഇത്ര റെഡി ആക്കി കൊടുക്കും. ഏത് ധനു? ഞങ്ങളൊക്കെ വിളിക്കുന്നത്. എന്തോ പറ്റി? ഞാൻ ആടിയാർ കേറാൻ വേണ്ടി സഹായത്തിന് വിളിച്ചാണ്. ആടിയാടി എവിടെ കയറാൻ? RDR കേറാറുണ്ടോ? ഓ RDR കയറാൻ. ആടിയാടി കയറാൻ നോക്കിയപ്പോ സർവർ പോയത്. വിളിച്ചതാ, അപ്പൊ എന്റെ PC കത്തിച്ചളഞ്ഞു. അല്ലല്ല അതൊന്നും പേടിക്കണ്ട, അതൊക്കെ ഇന്ന് റെഡിയാക്കാൻ ഞാൻ പോകത്തില്ലല്ലോ ധനു. ഇപ്പൊ ധനുവിന്റെ മെയിൻ ഇഷ്യൂ എന്താണ് പറഞ്ഞേ? സ്ക്രീൻ ഓൺ ആവണം, ബ്ലാക്ക് സ്ക്രീനാ. ഞാൻ ഈ RP എന്ന് പറയട്ടെ, എന്നാലും എനിക്ക് ഒന്ന് കൂളായിട്ട് തിരികെ പറ്റത്തുള്ളൂ. ഓക്കെ വെയിറ്റ് എന്നോട്. ഇപ്പം ഡിസ്കോഡ് എങ്ങനെ നോക്കിയാലേക്കുന്നത്? ഫോണില്, ഡിസ്കോഡ് ലാപ്ടോപ്പില്. അപ്പൊ ഇപ്പൊ എന്താ ഓണാവാത്തെ? എന്റെ സ്ക്രീൻ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ ഷട്ട് ഡൗൺ. ഇത് എക്സ്റ്റൻഡഡ് സ്ക്രീൻ ആണോ? ലാപ്ടോപ്പിൽ നിന്ന് കണക്ഷൻ പോയ സ്ക്രീൻ ആണോ? PC അല്ല ഉള്ളത്, അപ്പൊ ധനുവിന്റെ ലാപ്പാണുള്ളത്. ഓക്കെ, ഇനി ധനു സ്ക്രീൻ ഷെയർ ചെയ്യും. ആ എക്സ്റ്റൻഡഡ് സ്ക്രീനിന്റെ സൗണ്ട് നമുക്ക് ലാസ്റ്റ് ചെയ്യാം, അത് റെഡിയാക്കാം. ഇനിയിപ്പോ സ്ക്രീൻ ഷെയർ ചെയ്യും. യെസ്. സംഘത്തിൽ ധനു ഗെയിമിംഗ് റൂം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. 10 എത്ര റേറ്റിംഗ് തരും? 9.9. ഇനി ഇത് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തേ. ഇത് ഇപ്പൊ ഈ ഉപയോഗിക്കുന്ന PC കംപ്ലീറ്റ്ലി റീസ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? അതല്ലേ കണ്ണന് ഇപ്പൊ കളഞ്ഞേ. റീസ്റ്റാർട്ട് ചെയ്തേ. ഓക്കെ. അല്ല ഇതിപ്പോ റെഡിയാക്കി തരാം. ഇപ്പം വലിയ പ്രശ്നമില്ലാത്ത കാര്യം. എന്നുവെച്ചാൽ ഇതാണ് ഇതിപ്പം ലാപ്ടോപ്പിന്റെ മോണിറ്ററിലാണ് ധനു എല്ലാം കാണുന്നത് അല്ലേ? ഇനിയിപ്പം മറ്റേ മോണിറ്റർ കൂടെ ഇതാക്കണം, അത്രയല്ലേ ഉള്ളു പ്രശ്നം. മറ്റേ മോണിറ്റർ ഇല്ല. അല്ല ആ മോണിറ്ററിലൂടെ ഡിസ്പ്ലേ പറഞ്ഞത് വെച്ചാൽ അതിലാണ് ചാറ്റ് ഇതൊക്കെ വായിക്കുന്നത്, അത്രേ ഉള്ളൂ. അതിനകത്താണ് ഞാൻ ഗെയിം കളിക്കുന്ന, ലൈവ് ഇടുന്ന എല്ലാരും. ഓക്കെ. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണോ? ഇല്ലല്ലോ, എനിക്കറിയാൻ പറഞ്ഞു. എനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇപ്പൊ എന്തുവാ? എക്സ്പ്രസ് ആണോ? എക്സ്പ്രസ്. ഇതെല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേ. ഓക്കെ,
ഇനി ജസ്റ്റ് ധനു മൊത്തത്തിൽ ബാക്ക് അടിച്ച് ധനു റൈറ്റ് ക്ലിക്ക് ചെയ്തേ, മിനിമൈസ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തേ. റൈറ്റ് ക്ലിക്ക്, ഡിസ്പ്ലേ സെറ്റിങ്സ്. ഓക്കെ, താഴോട്ടോ മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ് കണ്ട, മൾട്ടിപ്പിൾ ഡിസ്പ്ലേസ്. അതിൽ ഡിറ്റക്ട് അതർ ഡിസ്പ്ലേ ഡിറ്റക്ട് ചെയ്തേ. എന്താ വേറെ ഡിസ്പ്ലേ വരാത്ത? ഡിസ്പ്ലേ റെസൊല്യൂഷൻ എത്ര? 2K ആണോ ഇതിന്റെ റെസൊല്യൂഷൻ? അതെനിക്കറിയില്ല. വെയിറ്റ് ഞാൻ എന്റെ ഒന്ന് നോക്കോട്ടെ. ഡിസ്പ്ലേ സെറ്റിംഗ്സ് നോക്കോട്ടെ. ഒറ്റ മിനിറ്റ്. പക്ഷെ ഡിസ്പ്ലേക്ക് ലൈറ്റ് എല്ലാം കത്തണ്ടേ? ഇത് ലൈറ്റ് പോലും കത്തുന്നില്ല. മനസ്സിലായി. പെട്ടെന്നൊക്കെ അങ്ങനെ ഓഫ് ആയി എല്ലാരും. ക്യാമറയും ഫേസ് ക്യാമും ലൈറ്റും. ലൈറ്റ് ഒക്കെ ഓഫ് ആയി. ലൈറ്റ് ഒക്കെ ഓഫ് ആയി. എന്തിന്റെ ലൈറ്റ് ഓഫ് ആയി? എന്റെ ഫേസ് ക്യാമിന് ലൈറ്റ് ഒക്കെ ഓഫ് ആയി. എല്ലാം ഓഫ് ആയി പോയി ഒരു സെക്കൻഡിന്. ആണല്ലേ? ഇപ്പൊ ഇതെന്താണ് വരാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് തോന്നേ ആ മോണിറ്ററിന്റെ താഴത്ത് സ്വിച്ചിൽ എന്തെങ്കിലും വല്ലതും നിൽക്കുക, അതോ വയർ വല്ല ലൂസ് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ? എന്റെ മോണിറ്ററിന് അങ്ങനെ പെട്ടെന്ന് ലൂസ് ആവുന്ന വയറൊന്നും ഇല്ല. വിൻഡോസ് പ്ലസ് പി എന്ന് അടിച്ചേ. വിൻഡോസ് ബട്ടൺ പ്ലസ് പി. ഓക്കെ, എക്സ്റ്റെൻഡ് ക്ലിക്ക്. ഇപ്പൊ വന്നോ? ഇല്ല, വന്നില്ല. ഇപ്പോഴും വന്നില്ല. ഇല്ല, എക്സ്റ്റെൻഡ് വന്നില്ല. വന്നില്ല. എക്സ്റ്റെൻഡ് വന്നില്ല. ഓക്കെ, എന്റെ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്ത മോണിറ്റർ ഡിറ്റക്ട് ചെയ്യുന്നില്ലെന്നാണ് കാണിക്കുന്നത്. അത് ഓൺ ആയാലല്ലേ ഡിറ്റക്ട് ചെയ്യുള്ളൂ. മോണിറ്റർ ഓൺ ആവണില്ലല്ലോ. വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടോ? UPS ഉണ്ട്. അത് കറണ്ട് വല്ലതും പോയി നോക്കിയോ? എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മോണിറ്ററിലോട്ട് ഞാൻ പറയാം ലാപ്പിൽ നിന്ന് പോകുന്ന HDMI പോകത്തില്ല മറ്റേ മോണിറ്ററിന്റെ ബാക്കിലോട്ട്. HDMI പോവും, പവറും പോവും. അത് രണ്ടും ഒന്ന് ഊരി ഒന്ന് കുത്തി ജസ്റ്റ് ഒന്ന് നോക്കിയേ. നീ എപ്പടി ഇങ്ങ വന്നേ? അതൊന്ന് ഊരി കുത്തിയ എപ്പ റെഡി ആവില്ലല്ലോ. ഞാൻ ഇതിന്റെ ഒറ്റ മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണേ. ഞാൻ ഓക്കെ, അതൊന്ന് റെഡിയാക്കാം. അയ്യോ എന്താ വന്ന് റെഡിയായില്ലേ? കാണാ സംഭവം തന്നെ. നശിപ്പിക്കാൻ അറിയാം, നന്നാക്കാൻ അറിയാം. ഗുഡ് ബൈ. അത്രേ ഉള്ളൂ. പിന്നെ എൻവിഡിയുടെ ഒന്ന് എടുക്കോ? ആരാ? അല്ല, എൻവിഡിയുടെ താഴത്തെ നേരത്തെ ഗ്രാഫിക്സ് ഡ്രൈവർ. അതെ, ഇറ്റാച്ചി. ഹൂ ഇസ് ഇറ്റാച്ചി? ഓക്കെ, അതെല്ലാം റെഡി. അത് ക്ലോസ് ചെയ്തേ. ഇനി മറ്റേത് മറ്റേ എന്താ റെഡം എടുത്തോ. ഇനി ഇത് രണ്ടും അടിച്ചോട്. നേരത്തെ മറ്റേ സ്ഥിരം അടിച്ചു കൊടുക്കാറില്ലേ? അത് രണ്ടും ഇതില് അതുപോലെ അടിച്ചു കൊടുക്ക്. അല്ല, കണ്ണടയ്ക്കോ? ഐ മീൻ ഞാൻ ഇത് അടച്ചു. കണ്ണടയ്ക്കാൻ കണ്ണടച്ചിരുന്ന് കഴിഞ്ഞാൽ ലൈവിലുള്ളവർ കാണത്തില്ലേ? എന്തൊക്കെയാ പറയുന്നത് കണ്ണടയ്ക്കാനെന്ന്? പാസ്വേഡ് എന്തുവാ? അതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ? ഒരു ഹലോ, കേറി. കണ്ണൂർന്നു. ഇനി രണ്ടും ഓപ്പൺ ആക്കുമ്പോ റെഡിയാവും.
നേരത്തെ ഇങ്ങനെ ബ്ലാക്ക് സ്ക്രീൻ വന്നിട്ടാണോ പോകുന്നത് അതോ അല്ലാതായിരുന്നോ? നേരത്തെ ഇങ്ങനെ ഉള്ളി പോലും കയറിയില്ലായിരുന്നു. അയ്യോ സെയിം പ്രോബ്ലം. ഔട്ട് ഓഫ് ഡിവൈസ് അലൊക്കേഷൻ ഓഫ് ഫീൽഡ്. ഓക്കെ, ഇതിപ്പം ഇനിയിപ്പം ഒറ്റ മിനിറ്റോടെ വെയിറ്റ് ചെയ്യേ. ഇത് അറിയാം. നമുക്കറിയാത്തായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലേ ബ്രോ? നമുക്കറിയാത്തായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യണ ധനലക്ഷ്മി, 2 മിനിറ്റ്. അത് ക്ലോസ് ചെയ്യില്ലേ ആ സാധനം? വെയിറ്റ് ചെയ്യേ, അതിനൊരു ഫോട്ടോ എടുക്കണം. വെയിറ്റ് ചെയ്യേ. കണ്ണന് ശരിക്കും അറിയോ? ധനു, അതല്ല, ഇനി ലാപ്ടോപ്പ് ഓഫായി പോയാ കഞ്ഞൂടി മുട്ടുവേ. ധനു, എന്തിനാണ് ടെൻഷൻ? വൈ ദിസ് മച്ച് ടെൻഷൻ? ഇല്ല, ഒന്നുമില്ല, ചോദിച്ചാലോ. നമുക്ക് അറിയുന്ന ആരുടെയെങ്കിലും ചോദിച്ചാലോ? ഏതോ ധനു, ഒറ്റ മിനിറ്റ്. ഏ ഏ ഞാൻ ആ, ഇവിടെ ഓ, ഓ, ഓ. സിറ്റിയിലായി പോയി. ഒറ്റ മിനിറ്റ്. ആണോ ആണോ? ആ, ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, കഴിക്കട്ടെ. ഇനിയിപ്പോ ഒരു വഴിയുള്ളു. ക്ലോസ് ചെയ്യോ ധനു? ക്ലോസ് ചെയ്യൊന്ന്. ആ ആ റെഡം സിറ്റി വന്ന് കയറിയ ഐഡി അല്ലല്ല, കിട്ടും. റെഡം ആ കയറി റൈറ്റ് ക്ലിക്ക്. ആ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുത്തേ. ആ റെഡം ആപ്ലിക്കേഷൻ എടുക്കാം. ഉം. താഴോട്ട് പതുക്കെ പോണം. ഓ, ഈ റെഡം ലോക്കൽ ഡിസ്ക് സിയിലാണോ? എന്റെ ഗെയിം ലോക്കൽ ഡിസ്ക് ഡിയിലാണ്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. ആണല്ലേ? എല്ലാ ഫയലും ഉണ്ട്. കറക്റ്റ് ആണ്. ഏറ്റവും മേളിൽ പോ. എന്തൊക്കെയോ. അതില് ഡേറ്റ. ഓക്കെ, ഇത് ഫുള്ള് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഷിഫ്റ്റ് ഡിലീറ്റ് ചെയ്യും. ഷിഫ്റ്റ് ഞെക്കിയിട്ട് ഡിലീറ്റ് ചെയ്യണേ. ഡിലീറ്റ് എടുത്തപ്പട്ടെ. ഡിലീറ്റ്. ഓക്കെ കളഞ്ഞ. യെസ്, മതി. വെയിറ്റ് ചെയ്യും. ഫുള്ളും കളയണമായിരുന്നോ? ഫുള്ളും കളയാ, ഒന്നും പ്രശ്നമില്ല. വർക്കിംഗ് ഓണിറ്റ്. വെയിറ്റ്. വർക്കിംഗ് ഓണിറ്റ്. വെയിറ്റ്. ഇത് ഫുള്ള് പോയെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ചുമ്മാ ചില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കേസുകളല്ലേ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഫുൾ ക്ലോസ് ചെയ്യും. ഇനി ഒന്നുകൂടെ റെഡം എടുത്തോ ആൻഡ് സീ ദ മാജിക്. റെഡം എടുത്തോണ്ടാ. ഇപ്പൊ റെഡം വർക്ക് ആയതണ്ടാ. നമുക്ക് നേരത്തെ അങ്ങനല്ല. ആണോ? കണ്ട. യെസ്, നീഡ്സ് ടു അപ്ഡേറ്റ് ദ ലോക്കൽ ഡാറ്റ. കോഡ് യെസ് ഇട്. എന്താടാ പ്രശ്നം? ബാബുശേട്ടാ, അത് ധനുവില്ലേ നമ്മുടെ അവിടെ RP ധനലക്ഷ്മിക്ക് എന്തെല്ലാം പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കരുത്.
ഭവിഷ്യത്തിനോടല്ല ഒരു ആസ് എ ടെക് പ്രോ എന്നുള്ള നിലയിൽ ഇത് ഒരാളെ ഹെൽപ്പ് ഒക്കെ പറഞ്ഞു കൊടുക്കണ്ടേ ഭവിഷ്യത്ത് ഭവിഷ്യത്ത് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല നമ്മള് ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തു ജസ്റ്റ് മിസ് ബാബു ചേട്ടന്റെ PC പോലെ തന്നെ. തരുമോ ഇപ്പോഴും അല്ല. PC ഓണല്ലേ PC എന്തെങ്കിലും പ്രശ്നമുണ്ടോ PC പിന്നെ ഓണല്ലേ അല്ല PC തിരിച്ചു കിട്ടിയില്ലേ. പിന്നല്ല അത് തന്നെ വലിയ ഭാഗ്യമില്ലേ എന്റെ പോണാക്ക് എന്താ വരാത്തെ ചേട്ടാ മോണൊക്കെ ഉണ്ടെന്ന് പറയത്തേ. അത് എന്നോടാണോ ചോദിക്കുന്നത് ഏ? ഓ, അല്ല magic അല്ല ആണോന്ന് പറഞ്ഞ്? ഒന്നുകൂടെ ഓണാക്കി ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യേ ഇത് മറ്റേ സംഭവം ഇത് ടാസ്ക് മാനേജർ എടുക്കും സ്ഥിരം എല്ലാവർക്കും ഉണ്ടാവാറുള്ള ടാസ്ക് മാനേജർ അതിലിപ്പോൾ റെഡം കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും താഴട്ടു എത്ര റെഡം ഇതായി കിടക്കുന്നത് നോക്കി സപ്രോസ് എന്റെ അമ്മ എന്റെ ഹസ്കൂട് മൊത്തം പോയി ഇനി ഒന്നുകൂടെ റെഡം പിന്നെ ഊഞ്ഞാലേ എന്താ പറഞ്ഞത് PC അപ്പൊ ഉടനെ സെയിലാക്കാം ബാബുചേട്ട് നമുക്കറിയാവേ മാജിക് ഒക്കെ വരും മണ്ണില്ല. സാധനം മൊത്തം പോയെന്ന് തോന്നുന്നു. രണ്ടും വരുന്നില്ല വൺസ് മോർ ക്ലിക്ക് ചെയ്യൂ ഇതിപ്പോ 3 more ആയി. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് ന്യൂ ഫയൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് മെയിൻലി മറ്റേ നേരത്തെ ഇത് വരാത്ത ഒന്നുകൂടെ അൺഇൻസ്റ്റാൾ ചെയ്യൂ അൺഇൻസ്റ്റാൾ ചെയ്യൂ ഇതിപ്പോ 3ാമത്തെ അൺഇൻസ്റ്റാൾ ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ന്യൂയി എന്ന് പറഞ്ഞ ഫയല് വരുന്നില്ല മനസ്സിലായോ നമ്മൾ ഇനി നിന്നെ വല്ലോ പറയും അല്ല ഇത് കേസ് ആര് വന്നാലും ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും പറഞ്ഞോളൂ കണവ ശരിക്കും അറിയോ ഇത്? എന്ത് ചോദ്യമാണിത് എന്ത് ചോദ്യമാണിത് ശരിക്കും അറിയുന്നോ ഒരു കൺഫർമേഷൻ ഇറ്റാച്ച് ഒന്നും അവൈലബിൾ അല്ല ഗൈസ് ആവോ ഗൈസ് എല്ലാം റെഡിയായി ഇത് ഇപ്പൊ റെഡിയായി ഇതിപ്പോ എന്താ നിക്കണ്ടേ? എടാ പൊട്ട സ്റ്റീം ഇന്റഗ്രിറ്റി ചെയ്യാൻ പറ ഇത് അതല്ല ആവശ്യമായിട്ട് ഇത് സംഭവം എന്താ വെച്ചാല് റെഡമിന്റെ സെറ്റിങ്സ് ന്യൂയി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അത് ഓഫ് അത് ഇതാക്കണം അത് സ്കിപ്പ് അടിച്ചോ ഇതാരാ? ഇത് റെഡമിന്റെ സെറ്റിങ്സ് ഇന്റർഫേസ് NUI എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ഓഫ് ചെയ്യണം NUI ഫുള്ള് വായിച്ചു നോക്ക് അത് ഓഫാണോ അല്ല വേറൊന്നുമില്ല ഇപ്പൊ റെഡിയല്ലേ അത് ക്ലിക്ക് ചെയ്തപ്പോ റെഡിയായി വരും പിന്നെന്താ ഇങ്ങനെ വന്നത് എടാ എന്തുവാടാ നീ പറയുന്നേ റെഡിയായല്ലോ ഇതെന്താ? എനിക്ക് പേടിയാവുന്നു. മോളെ ആ ടാസ്ക് ബാർ എടുക്കോ ഇതിപ്പോ ഒന്നും അനങ്ങുന്നില്ല. അത് വിൻഡോസ് നോക്കിയിട്ട് ടാസ്ക് മാനേജർ എടുത്തിട്ട് ആദ്യം ക്ലോസ് ചെയ്യ് എന്നിട്ട് മിനിമൈസ് ചെയ്യ് ഇനി സ്റ്റാർട്ട് ചെയ്തോടാ റെഡമ്മേ കാണാനില്ലല്ലോ. റെഡം അല്ലേ മോളെ ആ സെർച്ച് നിക്ക് സെർച്ച് റെഡം എങ്ങനെയുണ്ട് PC നശിപ്പിച്ചോ? ഒന്നും നശിപ്പിച്ചില്ല ഇത് ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രം പറഞ്ഞെടുത്തേ സംഭവം എനിക്ക് തോന്നുന്നു സംഭവം എന്ന് വെച്ചാല് ഡ്രൈവിൽ എല്ലാം കൂടെ താങ്ങുന്നില്ല എന്ന് വെച്ചാൽ GTA 5 കിടക്കുമല്ലേ ആണോ അല്ല സ്പേസ് നോക്കിയായിരുന്നോ? സ്പേസ് ഉണ്ട് 100 GB സ്പേസ് ഉണ്ട്
100 GB ഉള്ളു ഇനിയും. അത് അതെ. ഭയങ്കര കുറവാണ്. അത് ഒരു 300 200 300 ഒക്കെ ഉണ്ട്. റെഡ്ഡം നല്ല ഭരിക്കുന്ന സാധനമാണ്. അത് ഇങ്ങനെ വൾക്കം വരുന്നത്. നിൽക്കുന്നെ. ഒന്നുകൂടെ ക്ലോസ് ചെയ്യ്. അത് റിപ്പീറ്റഡ്ലി വരും. റിപ്പീറ്റഡ് 2-3 തവണ വരും. കുഴപ്പമില്ല. എനിക്കും വരാറുണ്ട്. ഈ സാധനം അതല്ല ഇതെല്ലാരും ഇതെനിക്ക് പറഞ്ഞത്. 10 പ്രാവശ്യം വന്നു. എടാ ഒന്ന് നിക്കടാ. 10 തവണ 15 എന്റെ 10 തവണ വന്നിട്ടുണ്ട്. 10 കൂടുതൽ വന്നിട്ടുണ്ട്. ഒരാളെ എങ്ങനെ ചേർത്തിട്ട് ആ കൊച്ചിന് ലൈവ് ഇടാനൊക്കെ ഉള്ളയാ. എന്റെ ലൈവ് എടുത്ത് നോക്ക്. എന്റെ ചാറ്റിനകത്ത് ഇപ്പം പിള്ളേർ പറയുമല്ലോ. എനിക്ക് ഇഷ്ടം പോലെയാണ് വന്നിട്ടുള്ളത്. ചേർത്താണ്ട് വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അതിനകത്ത് ന്യൂയി ഓഫ് ആക്കി ഇട്ടാ മതി എന്നാണ് ഞാൻ ചോദിച്ചവൻ പറഞ്ഞത്. നീലിനടുത്ത് ന്യൂയി ഓഫ് ആണ്. ഇത് എലിയുടെ വീസി അല്ലേ? സണ്ണൂന് വരാറുണ്ട്. എടാ എന്നാ നിങ്ങൾ നേരത്തെ പറയുമായിരുന്നു. ഇങ്ങനെ അങ്ങനെയാണ് പാറിനെ കൊണ്ട് 5-6 ക്ലോസ് ചെയ്യിപ്പിച്ച് റെഡി ആക്കത്തില്ലേ? എന്റെ PC ഒക്കെ ഓഫ് ആയി പോയി. അത് സംഭവം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് ധന പറഞ്ഞു കൊടുത്ത കാര്യം. ധനു എന്തോ കൈ തട്ടി അതിന്റെ മോണിറ്റർ ഓഫ് ആയി പോയി. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് എന്റെ കൈ തട്ടി അവന് സ്വിച്ച് ചെയ്തു. അപ്പുറത്ത് പറമ്പിലല്ലേ. എന്നെ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്? ഞാൻ പറഞ്ഞു തന്നില്ലേ. ഇത് എല്ലാവർക്കും വരാറുള്ളതാടാ ഈ വോൾക്കൻ. മോളെ താണ്ട ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. ഒരു മിനിറ്റ്. എനിക്കൂടെ അയച്ചു കണ്ടു. ഞാൻ അയച്ചിട്ടുണ്ട് ഡിസ്കോർഡില്. അതൊന്ന് അത് കണ്ണാപ്പി ഇതൊന്ന് പറഞ്ഞു വിടറാ. ഞാൻ പറഞ്ഞു കൊടുക്കാം. എനിക്ക് നയിച്ചു തരട്ടെ. എനിക്ക് നയിച്ച എന്തൊരു ത്വരയാടാ. എനിക്കൊന്ന് അയച്ചു. എന്താ ഒരു ത്വര ഒരാളെ സഹായിക്കാനായിട്ട്. അത് മാത്രം പറയാനുണ്ട്. ഞാൻ ആരും എന്തെങ്കിലും സഹായം ചോദിച്ചാലും ഞാൻ പൊന്നു മോളെ പറഞ്ഞേക്കുന്നതാണോ ചെയ്യുന്നതെന്ന് നോക്കണേ. അതൊക്കെ ഞാൻ കാര്യം ചെയ്യും. ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ആക്ക്. Kayane, like I'll get into a horse, okay? And you just ride a horse. I'll just get into the horse. ഇത് എന്തുവാ ഇത്? കുതിരയുടെ മേളോ? This is my big black horse, mate. Okay, you ride. Yeah. ഹലോ. എനിക്ക് എവിടെ ഇട്ടേക്കുന്ന മെസ്സേജ് വന്നിട്ടില്ലല്ലോ. ഡിസ്കോർഡില് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. കോമൺ സാധനമല്ലേ ഇത്? അയ്യേ. ഓക്കെ സെറ്റ് ആക്കാം. കണ്ണാപ്പി പോയോ? കണ്ണാപ്പി പിണങ്ങാനോ? ഞാൻ പൊന്നു മോളെ ഇവൻ അറിയാത്തോണ്ടാ നിനക്ക്. പറഞ്ഞോ. ഓ മോനെ ഒരു മിനിറ്റ്. ശരത്തേട്ടൻ പറയാം. പിന്നെ അല്ല ശരത്തേട്ട, ഇത് ഈ വൾക്കാൻ ഇത് ഇവിടെ ഡ്രൈവർ ഷാറിനാണ് വരുന്നത്. തന്നെയുടെ രണ്ട് സാധനമാണ്. പറയുന്ന കേൾക്ക്. ഞാൻ അയച്ചു തന്ന വീഡിയോ സിൻ കൗണ്ടിയിലെ ആൾക്കാര് പറഞ്ഞു കൊടുക്കുന്ന ഫിക്സ് ആണ്. ആണല്ലേ? ഓക്കെ. ആ ഡിസ്കോഡിൽ കിടന്ന ഫിക്സ് ആണ് ഇത്. അതായത് അതേപോലെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അറിയാം. അവർക്ക് 2 മോണിറ്റർ ഉണ്ടോ നിനക്ക്? നിന്റെ അല്ല, പാറുവിന്റെ ഉണ്ടോ? എന്റെ ലാപ്ടോപ്പിന്റെ എക്സ്റ്റൻഡ് മോണിറ്റർ ഉണ്ട്. എന്നാ പിന്നെ അതും കൂടി ഇട്ടോ കേട്ടോ. ഇവൻ പറഞ്ഞു തരാൻ ചിലപ്പോ തെറ്റാണെങ്കിലോ ഡബിൾ ചെക്ക് ചെയ്താ. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഓ ഇല്ല. ഇറ്റാച്ചി എടാ ഈ വൾക്കനറിന്റെ നമ്മുടെ ഇവിടെ ഒരു കൊച്ചിനെ വന്നേക്കുന്നത്. അതൊന്ന് ഫിക്സ് ആയി കൊടുക്കുവോ? ഓൾറൈറ്റ് ഒന്നു ഇറ്റാച്ചി ഫിക്സ് ആക്കി തരൂടാ. എന്റെ അണ്ണു ഞാൻ പറഞ്ഞ ഡിറ്റോ സാധനം തന്നെയാണ്. ബ്രൈറ്റ് ഫോക്സിന്റെ ഇതിലാടാ. ഇത് ഞാൻ പറഞ്ഞ ഡിറ്റോ സാധനം തന്നെ ഇത്. Which newspaper? Like I'm at Bright Fox newspaper. You don't have that
Okay, 1 second. I'll send you. Okay. അണ്ണോ ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത ഡിറ്റോ സാധനം അണ്ണോ ഇത്. എടാ അവനും കൂടെ ഒന്ന് നോക്കട്ടെ. അവനെ എല്ലാവർക്കും ഫിക്സ് ചെയ്ത് കൊടുക്കുന്നേന്ന് പറഞ്ഞത്. ഇല്ല, നീയല്ലേ ഇത് പറഞ്ഞേ ഞാൻ- ധനേനെ എങ്ങനെയും സഹായിക്കണോന്ന്. ഇത് ലാഗ് ഓഫാക്കിയാൽ മാത്രം മതിയായിരുന്നു. ഇത് തന്നെയല്ലേ ഞാൻ ഇത്ര നേരം ബാബിച്ചേട്ടൻ വിളിച്ചപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എന്റെ ഓൾറെഡി അത് ഓഫ് ആണല്ലോ. ഇറ്റാച്ചി. ഞാൻ പറയട്ടെ ധന ഒന്നുകൂടെ ഒന്ന് ഇറ്റാച്ചി. screen share ചെയ്യോ, ധന എന്റെ സ്ക്രീൻ ഷെയർ ആണ് കണ്ടത്. ഇറ്റാച്ചി ആ, okay, അയച്ചിട്ടുണ്ട് ധന ഡിസ്കോഡ്. ഒന്ന് വാ, ഞാൻ വലിച്ചിടാം. ഒന്നുകൂടെ ഇത് റെഡ് ഒന്ന് കയറി. അത് ഓഫ് ആക്കാനായിട്ടുള്ള ഇത് മാത്രം കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഓൾ ഒന്നും സെറ്റ് പിടിച്ച് ആണ്. നടക്കുന്നേ. ഇത് ഓപ്പൺ ആവട്ടെ, വെയിറ്റ്. ആ. ഇത് 2-3 വട്ടം ട്രൈ ചെയ്താൽ മതി ധന. ഇത് ഓപ്പൺ ആയിട്ട് എന്റെ അടുത്ത് പറ. ഓക്കെ. എന്ത് ചെയ്യടാ അവൻ എവിടെ വന്നിരിക്കുന്നേ? ഇറ്റാച്ചി where the fuck are you mate? ഇംഗ്ലീഷ് എന്ത് കിട്ടിലോട്ട് തെറി വിളിക്കാം. ഇറ്റാച്ചി എടാ വിസിലോട്ടൊന്ന് കേറടാ. എടാ വിസി ഓപ്പൺ ആയോ? ഇല്ല. ആ വെയിറ്റ് ചെയ്ത് അതൊന്നോളൂ. നേരത്തെ ഒത്തിരി ടൈം എടുത്തില്ലേ, ഒന്ന് വെയിറ്റ് ചെയ്ത്. എടാ ഇങ്ങോട്ട് വന്നേ. നീ ഇങ്ങോട്ട് വന്നേ. ഓക്കെ, ഇത് ഫുൾ ബ്രാക്സിനെയല്ലോ ധന. അറിയില്ല. കണ്ണ. ഓക്കെ Okay. അത് വീണ്ടും Man, sir, this guy kicked me. I don't know why, but this guy kicked me. ഏതാ ഇംഗ്ലീഷ്? ധനാണല്ലേ കേട്ടോ. ഇതിന് നന്നായി ഞാൻ പറയും, ആണല്ലേ? പക്ഷെ ഇപ്പൊ ടൈം ഇല്ലല്ലോ ധന. ഇതിപ്പോ ധനക്ക് റെഡി ആക്കുന്നോണ്ടല്ലേ എനിക്ക് ഇംഗ്ലീഷ് കേൾക്കാൻ പറ്റേ. സത്യം പറഞ്ഞാൽ ശരത്തായിട്ട് CBSE ഇതൊക്കെ CBSEയുടെ അല്ലേ. +2 വരെ CBSE പഠിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ഞാൻ ICSE-യാ. ഓക്കെ, ഇനി ഒറ്റ വഴിയുള്ളൂ. ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഫുൾ ക്ലോസ് ചെയ്ത്. ഇതിപ്പോ ഓപ്പൺ ആയൊന്നില്ലെങ്കിൽ അടുത്ത ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഡേറ്റ ഫുള്ള് എടുത്ത് ക്ലിയർ ചെയ്തോളാം. ഡേറ്റയുടെ ഫോൾഡർ ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വെയിറ്റ്. എനിക്ക് കൺഫ്യൂഷനോ. ഡ്രാഗ് ചെയ്യാനുള്ള പവർ ഒന്നും എനിക്കില്ല കേട്ടോ. ഡ്രാഗ് ചെയ്യാനുള്ള പവർ എനിക്കില്ലല്ലോ. ധനക്കുണ്ടോ? എനിക്കൊന്നില്ല. തന്നെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. അയ്യോ, ബ്ലാക്ക്. ബ്രോ വിച്ച് വിസി. അയ്യോ ഇപ്പൊ എടാ അങ്ങ് ഭയങ്കര വിശാല മനസ്കൃതയാവല്ലേ അങ്ങ്. നേരത്തെ എല്ലായിടത്തും വന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മറ്റേ അവന്റെ ഇപ്പൊ വിച്ച് വിസി റെഡിയായി സാധനം റെഡിയായി. ഇല്ലല്ലോ. അല്ലല്ല അതിപ്പോ റെഡി ആവുമല്ലോ. ഞാൻ ഇല്ലേ തരാ റെഡിയാക്കാൻ. അതന്നെ നേരെ പോവാ. മറ്റേ നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോൾഡർ ഡിലീറ്റ് ചെയ്ത് കളയാ. എന്നിട്ട് ന്യൂ ഓഫ് ചെയ്ത് ഇറ്റാച്ചി കേക്കാടാ. കേക്കാം. പറഞ്ഞോട്ടെ. വെയിറ്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേ. നീ എന്തിനു പറഞ്ഞത്? പറഞ്ഞു കൊച്ചുമ്പോ വലിയ റോളർ കാണാ. അത് ഈസി കയറട്ടെ പറഞ്ഞോടാ അങ്ങോട്ടെ. നമ്മളെ സഹായിക്കാൻ വരുമ്പോ റോളർ ഇറക്കുന്നേ. ആയില്ലേ ഞാൻ DM-ല് ഒരു സാധനം അയച്ചിടാം. എന്താ ചെയ്യണ്ടേ? ഓക്കെ ഇനി സെറ്റിംഗ്സ് റൈറ്റ് സൈഡ് സെറ്റിംഗ്സ് ഗെയിം അത് ഓഫ് ആക്ക്. ഓക്കെ ഫിക്സ് ആയി. ഇനി ഇത് ബ്രൗസ് ചെയ്ത് ഗെയിമിൽ കളിക്കാം. പറടാ. അത് ഗെയിമിൽ കയറുന്ന സെർവറിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. അത് കണക്ട് ചെയ്താൽ മതി. എന്തൊരു സെർവറിന് എന്ത് പറഞ്ഞു കൊടുക്കാൻ? ജെയ്സി മേടിച്ചാ ഏത് ഇതാ? അയ്യേ ഇതിന് നല്ല ജേഴ്സി കളിയാ. അടുത്ത സൈസ് ഏതാ? അർജന്റീന ജേഴ്സി ഒക്കെ ഇട്ട് കളിയാ. വിഷയം കേട്ടാ. ലൈവാണ്. വരെ 5 മിനിറ്റ്. അത് വയറാണോ ബലൂണാണോ? അടിച്ചാ തിരിക്കും കേട്ടാ. അത് എന്റെ വയർ കണ്ടിട്ടാ, നിന്റെ കണ്ടില്ല. ഇതെന്താടാ ഇഷ്ടം? യു ഹാവ് ടു ഓപ്പൺ സ്റ്റീം ഓപ്പൺ ചെയ്തനു. സ്റ്റീമോ?
സ്റ്റീം ഓപ്പൺ ചെയ്യണം. പിന്നെ ക്ലോസ് ചെയ്യണോ? ഞാൻ പറട്ടെ, ടാസ്ക് മാനേജർ സ്റ്റീം ഇല്ല. പടക്കൊക്കെ മേടിച്ചോടാ. എന്തുവാടാ ഇവിടെ? റെഡിയാക്കി ചാച്ചി. കൊടുക്കുന്നു. അവക്ക് ശരിയാക്കാൻ ഈ ടിവിയിലുള്ള എല്ലാം ഉണ്ടോ ഇവിടെ ഉണ്ടല്ലോ? അല്ല അത് ബാക്കിയുള്ള ആരില്ല, ഞാൻ മാത്രം. ചേച്ചി കണ്ണാപ്പിന്നെ സഹായത്തിന് എന്തിനാടാ എന്നെ വിളിച്ചത്? നീ കണ്ണാപ്പി. ഒന്ന് ആരും വിളിച്ചില്ല. അയ്യോ അയ്യോ, എന്തിനാടാ എന്നെ വിളിച്ചേന്നൊക്കെ. ധനു പിന്നെ കൂടെ ഉള്ളവന്മാരെല്ലാം ദേ ഈ പെണ്ണിന് ഇതുണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? എന്താണ് ഉണ്ടാക്കുന്നത്? അല്ല ധനുവിനത് റെഡിയാക്കി കൊടുക്കുന്നു. പാറുവിന് ഇപ്പൊ ഞാൻ രണ്ടെണ്ണം ഉണ്ടായിക്കൊണ്ട് പീസ് ശരിയായിക്കൊണ്ടിരിക്കുക. ധനു പിന്നെ ടാസ്ക് മാനേജർ കണ്ണാപ്പി, manager. ജോക്കി. എടാ, കണ്ണാപ്പി. പറയണ. എടാ എന്തിനാടാ വിളിച്ചത് തന്നെ? കൈ കഴിഞ്ഞ എല്ലാം റെഡിയായി. താഴട്ടോ. ശരിയാക്കേ ശരിയാക്കി കൊടുക്കട്ടെ. ഇനി ഞാൻ കൊടുക്കും മോനെ, കൊടുക്കേ. ഇനി എന്താ ചെയ്യണ്ടേ? ഇതാണ് അല്ല സ്റ്റീം എന്ത്? സ്റ്റീം ഇല്ലല്ലോ. സ്റ്റീം ഡിലീറ്റ് ചെയ്തോ? ഹലോ, സ്റ്റീം ബാക്ക്ഗ്രൗണ്ടിലല്ലേ? ബാക്ക്ഗ്രൗണ്ടിലുള്ള എന്തേ അതെടുത്തേ. അപ്പൊ ഇത് ക്ലോസ് ചെയ്യണോ ഞാൻ? അത് ക്ലോസ് ചെയ്തോ. അങ്ങനെ വെച്ച് പാവ ഇറ്റാച്ചി ചേട്ടൻ വന്നിട്ട് ചേട്ടനൊന്നും അല്ല, കൊച്ചു പയ്യനാ, 10-23 ആണോ? വയസ്സേ ഉള്ളു. പിന്നെ എന്നെ കാട്ടി ഇളയതാ. ഇത് ഇപ്പൊ സ്റ്റീം ഓപ്പൺ ആയില്ലേ? ഇനി Steam, റെഡും എടുക്കണോ? ഓക്കെ. ഇനി മറ്റേ ടാസ്ക് മാനേജർ എടുത്ത്. ടാസ്ക് മാനേജർ റെഡും ഇല്ലല്ലോ നമ്മള്. അയ്യോ, മാറിയോ? എലി പോയി. ഇപ്പൊ ഓരോ ഇഷ്യൂ കൂടെ. അത് സ്റ്റീം തൊട്ട് മേളില് ഇത് സ്റ്റീം. റൈറ്റ് ക്ലിക്ക്, മേളിലത്തെ റൈറ്റ് ക്ലിക്ക്. എന്റെ ടാസ്ക് അടി. എന്റെ ടാസ്ക് എന്തിനാ? ഓക്കെ, അതിന്റെ ഓക്കെ. ഇനി ഒന്നോടെ സ്റ്റീം എടുത്തു. ഇതൊന്നും ബന്ധമില്ലാത്ത. അത് ബന്ധമില്ലാത്തല്ല, അത് സ്റ്റീം റീസ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞവര്. അതാണ് സംഭവം. എന്നുവെച്ചാൽ സ്റ്റീം ഇങ്ങനെ മറ്റേ ഇൻഡു അടിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ക്ലോസ് ആകത്തില്ല. ഹായ് ബാബു, ഐ ഡോണ്ട് മിസ് യു. എലി സ്വന്തമായിട്ട് തരുമെന്ന് പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച് എലി, താങ്ക് യു സോ മച്ച്. ഒരു ഓസ്മോ എനിക്ക് തീരെ തരുമെന്ന് പറഞ്ഞില്ല. താങ്ക് യു സോ മച്ച് എലി, താങ്ക് യു സോ മച്ച്. ആ ഒരു നല്ല മനസ്കൃതിക്ക്. ഇത് കണ്ടിട്ട് OCD TV ആകുന്നു. എന്താ OCD TV ആകുന്നു? എന്താ മാറ്റണ? എത്ര നേരമായിന്നല്ലേ ഇതൊന്ന് ഓണാക്കാൻ നോക്കുന്നേ? 10 മണിക്ക് ഇരിക്കണം, 1.5 മണിക്കൂറായി. സത്യമില്ല, ഞാൻ 1.5 മണിക്കൂർ ഞാൻ അവിടെ സിറ്റിയിൽ നിന്ന് ആർപ്പി വിളിച്ചോണ്ട് നിന്നാണ്. 1.5 മണിക്കൂർ എന്റെ PC പാവം ചത്തുപോയി. ഒന്നും കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇറ്റാച്ചി വന്നിട്ട് അത് ഇതാക്കാന്ന് പറഞ്ഞല്ലോടാ. അത് റെഡിയായി എടുത്തേട്ടാ, എല്ലാം റെഡിയായി. അവൻ റെഡിയാക്കിട്ടാ പോയത്. അവൻ പറഞ്ഞല്ലോ നിന്നെ, അവനെ കൊണ്ടൊരു അക്ഷരം മിണ്ടിച്ചില്ല നീ. അവർ റെഡിയാക്കിട്ടാ ചേർത്തേട്ടാ പോയെന്ന്. ലൈവ് ഇടണോടാ, ചുമ്മായിട്ട് ലാഗ് അടിപ്പിക്കത്തതിനെ. അതെ, അവൻ തന്നെ വീഡിയോ പറഞ്ഞു കൊടുത്തത്. ഇനിയിപ്പോ ഓപ്പൺ ആവാത്ത എന്റെ പ്രശ്നമാണോ? സ്റ്റീം വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തന്നെടാ. അതാ അവൻ പറഞ്ഞു തന്ന കഥയെ കാര്യമാണ് ചെയ്തു കൊടുത്തത്. അവന് ഇപ്പൊ ഇതിനെല്ലാം റെഡി ആയി ചേർത്തേട്ടാ. ഇപ്പൊ ഓപ്പൺ ആവുന്നുണ്ട്, റെഡും ഓപ്പൺ ആവുന്ന പ്രശ്നമില്ല. എന്തിനാണ് എന്റെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഒരു മിനിറ്റ് മോളെ വെയിറ്റ്. ഇറ്റാച്ചി എടാ ഒന്ന് വീസിലോട്ട് വന്നേ. വെയിറ്റിംഗ് ഇരുന്ന് ഞാൻ ട്രാക്ക് ഒന്ന് വന്നേ. പിന്നെ ഞാൻ ഇച്ചിരി തന്നെ കടപ്പ് വരാം. എന്തായാലും ഒരു 2 മിനിറ്റ്. ഞാൻ അത് റെഡി ആയതായിരുന്നു ചേട്ടാ. ഹലോ,
ശിവനെ എന്റെ പേഷ്യൻ ശിവ ഇത് ആയിക്കൊണ്ടിരിക്കും എന്റെ പേഷ്യൻ സ്ഥിതിയില് മൈനസോറ ഏട്ടാ ബാബുശേട്ടന്റെ ഒറ്റ പ്ലാക്കറിനാണോ മൈനസോറ ആയത്? ഇത് കേറി ഇതിന്റെ അകത്ത് കേറി. ആണല്ലേ? എടാ ഇറ്റാച്ചി നേരത്തെ അല്ലടാ നീ പറഞ്ഞെടുത്തത് അതേ സാധനം തന്നെ മറ്റേ റെഡിയാക്കിയായിരുന്നു. അതാണ് ഞാൻ നിന്റെ അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞത്. പറഞ്ഞില്ലല്ലോടാ. അല്ല രണ്ടും അങ്ങനല്ലല്ലോ പറഞ്ഞത്. നീ ഒന്നും പറയാൻ സമ്മതിച്ചില്ലെന്ന് അവന് പറഞ്ഞേ. ഇത് പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ആ സ്റ്റീം മറ്റേ റീസ്റ്റാർട്ട് ചെയ്യാൻ കാണിച്ചു, അത് റെഡിയാക്കി കൊടുത്തല്ലോ അണ്ണു. അപ്പൊ ഇതേ കേറിയില്ലേ കൊച്ച്? കേറിയില്ലേ തന്നു? Yes, 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 yes. ഇനിയിപ്പോ ലൈവ് ഇട്ടോ. ടാറ്റ പോയിട്ടോ. ഓക്കെ Bye, thank you, guys. ഞാൻ പോണേ. അതും കുഴപ്പമില്ല. Always pleasure. Okay. ശരി മോളെ പോയിട്ട് Kick മോളെ. ഞാൻ ആക്കാം, ഇവന്റെ അടുത്ത് കുറച്ച് ഒറ്റയ്ക്ക് ഒരു ഒന്ന് കാര്യം പറഞ്ഞോട്ടെ മോളെ. ഇവന്റെ അടുത്ത് എന്നെ ഒറ്റയ്ക്ക് ഒന്ന് Okay, kick ആക്കാം, അവനെ ഒന്ന് okay. kick ആക്കാം. ഞാൻ kick back പോയി കഴിഞ്ഞാ എടാ കഴിവറ മോനെ, എന്താണു നിനക്ക് ഒരാൾക്ക് ഒരു നിനക്കൊരു സഹായം വിചാരമുണ്ട്. ഞാനൊരു കാര്യം പെട്ട് നീ ഈ സെർവറിൽ വന്നിട്ട് എന്തൊക്കെ മൈര കാണിച്ചത് നിനക്കറിയാവോ? എന്താണ് നീ ആ ബ്രൂസ് എന്ന് പറയുന്നവനെ അല്ലേലും ജോക്കി കിളക്ക വേണം. ഒന്ന് പോടാ കുണ്ണേ. അത് പിന്നെ എനിക്ക് നല്ലോണം അറിയാവുന്ന ഒരു കൊച്ചാണ്. അപ്പം ശരതര ഞാനേ കളി കാണാൻ പോവാ. നീ കളിയോ പറഞ്ഞു. എന്നാ ഞാൻ വിളിക്കുന്നുണ്ട്. ഈ സ്ട്രീം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ വിളിക്കുന്നുണ്ടേ. നീ ഒന്ന് ഫോൺ എടുക്കണേ. എന്തിനാ വിളിക്കുന്നതിന്? നിന്നെ വിളിക്കുന്ന സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെ. അത് വിളിച്ചാൽ വിളിക്കാം. ഞാൻ സംസാരിക്കുമ്പോ കേക്കണം കേട്ടോ. കേക്കാലോ ശരതേട്ടാ. ഞാൻ വിളിക്കാം. ഞാൻ ഇതൊന്ന് കഴിഞ്ഞ് വിളിക്കാം. ശരതേട്ടാ മെസ്സിയുടെ ജയിച്ചൊക്കെ മേടിച്ചിട്ടുണ്ടെ പോയിട്ട് വരാം കേട്ടോ. ജയിച്ചാലേ ജയിച്ചവര് വരവുണ്ട് ഞാൻ ഇങ്ങോട്ട് VC-ലോട്ട്. ഞാൻ കാണത്തില്ല. അത് ഈ റൊണാൾഡോ ഫാൻസ് ഒക്കെ ഇപ്പൊ സ്പെയിൻ ഫാൻസ് അല്ലേ, അതുകൊണ്ട് കാണാൻ സാധ്യത കുറവാ. അയ്യോ ശരതേട്ടാ പോട്ടെ, അങ്ങോട്ട് പോണേ. ടാറ്റ. കണ്ണേ മണിയേ കണ്ണ്. അയ്യോ ഗൈസ്, അപ്പൊ അങ്ങനെ നേരെ ഞാൻ അങ്ങോട്ട് ലൈവ് കൂട്ടിട്ട് തനക്ക് പോസ്റ്റ് കൊടുക്കുക ഗൈസ്. ഇന്നത്തെ ദിവസത്തെ എന്താണ് ഒത്തിരി നേരം അത് പോസ്റ്റ് അടിച്ചിരുന്നു. ഇതെന്താണ് ഈ പോസ്റ്റ് ഒന്നും കാണിക്കുന്നത് ഇതിൻ്റെ അത്? റെയ്ഡ് ചാനലോ അങ്ങനെ ആക്കിയല്ലേ, പേരൊക്കെ മാറ്റില്ലേ? നല്ല ലൈവ് ഒന്നുമില്ല ഇപ്പൊ റെയ്ഡ് ഒന്നും ഇതാക്കില്ലേ? ഓക്കെ അങ്ങനെ